നമസ്കാരം. ചായയുടെ കൂടെ സ്നാക്സ് കഴിക്കാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. ഇന്നത്തെ സ്നാക്ക് റെസിപ്പി വന്നിട്ട് ഉള്ളി ബോണ്ടയാണ്. എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇവിടെ ഞാൻ 3 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളിനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 15 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രം വെച്ചിട്ടാണ് ഇവിടെ ഞാൻ ബോണ്ട ഉണ്ടാക്കുന്നത്. എന്നു വെച്ചാൽ അതിൻ്റെ മണവും ഫ്ലേവറും നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ 1 ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് കൊത്തമല്ലിയുടെ ഇലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 2 കപ്പ് കടലമാവാണ് ഉപയോഗിക്കുന്നത്. 2 കപ്പ് കടലമാവിന് 1/4 കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് അരിപ്പൊടിയും പിന്നെ 3 ടീസ്പൂൺ റവയും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പൊടിയും റവയും വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 3 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ. അപ്പോൾ ഇവിടെ നന്നായി മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് ഈ പാകത്തിലേക്ക് വേണം കുഴച്ചെടുക്കാൻ. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം 1/8 ഭാഗം സോഡാപ്പൊടി ഇതിലേക്ക് ചേർക്കാം. സോഡാപ്പൊടി വന്നിട്ട് ചുടിനേക്കാട്ടിലും മുന്നേ വേണം ചേർക്കാൻ. സോഡാപ്പൊടി ഇട്ടുടനെ പെട്ടെന്ന് എണ്ണയിൽ ചുട്ടെടുക്കുകയും വേണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് സോഡാപ്പൊടി ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എണ്ണേനെ മീഡിയമായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഫ്ലെയിമും മീഡിയമിലാണ് വെച്ചിരിക്കുന്നത്. മാവിനെ കുറേശ്ശെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ബോണ്ട പോലെ ചുട്ടെടുക്കാം. ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് ചുട്ടെടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ചുടുമ്പോൾ കളർ പെട്ടെന്ന് മാറുകയും ചെയ്യും, പക്ഷേ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം ബോണ്ടേനെ ചുട്ടെടുക്കാൻ. ഇടയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലൈറ്റായിട്ട് ചുവന്ന കളറ് വരുന്ന വരെ വേണം നമുക്ക് ചുട്ടെടുക്കാൻ. ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 7 മിനിറ്റ് ആവും ലൈറ്റായിട്ട് ചുവന്ന കളറ് വരാൻ. ഇളക്കി കൊടുക്കുമ്പോൾ അത് മൊത്തമായിട്ട് ഇങ്ങനെ വേവാൻ നന്നായിട്ട് ഒരേപോലെ ചുവന്ന കളറ് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇടയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ വടയുടെ കളർ മാറി വരുന്നുണ്ട്. ലൈറ്റായിട്ട് ചുവന്ന കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അരിപ്പൊടിയും റവയും ചേർക്കുന്നത് ക്രിസ്പി ആയിട്ടുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അളവ് കൂടരുത്. കൂടിയാൽ വടയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. പിന്നെ എണ്ണ വന്നിട്ട് മീഡിയമായിട്ട് ചൂടാക്കിയതിൻ്റെ ശേഷം വേണം ചുട്ടെടുക്കാൻ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക. ചുടിനേക്കാട്ടിലും മുന്നേ വേണം സോഡാപ്പൊടി ചേർക്കാൻ. സോഡാപ്പൊടി ഇട്ടുടനെ പെട്ടെന്ന് ചുട്ടെടുക്കുകയും വേണം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.